നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ലൂസോക്കിലേക്ക് സ്വാഗതം. രാജ്മോഹൻ, ഒരാഴ്ചയിലധികമായി നമ്മൾ സംസാരിച്ചിട്ട്. അതെ 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 ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. യാത്ര ഞാനൊരു എങ്ങനെ സുഖമായിരുന്നോ? യാത്ര സുഖമായിരുന്നോ? സുന്ദരമായ ഒരു യാത്രയായിരുന്നു. സ്കോട്ടിഷ് മലനിരകൾ മുഴുവൻ ഡ്രൈവ് ചെയ്തു പോയി. അതാണ് എന്റെ രസം. എല്ലായിടത്തും സ്വന്തമായി ഡ്രൈവ് ചെയ്തു. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തു പോയി. ഗ്ലാസ്ഗോയിൽ തുടങ്ങി അങ്ങ് ഫോർട്ട് വില്യം, ഇൻവേർണസ്, ജോൺ ഓഫ് ഗ്രോട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ടോപ്പ്. അവിടെ എല്ലാം പോയി. അബർദീൻ, എഡിൻബറോ വഴി തിരിച്ചു പോന്നു. ഒരാഴ്ച പോരാ സ്കോട്ട്ലൻഡ് കാണാൻ. അത്രയ്ക്ക് മനോഹരമായ യാത്രയായിരുന്നു. എൻ്റെ പല സുഹൃത്തുക്കൾ അവിടെ പോയവർ പറഞ്ഞിട്ടുണ്ട് അതിമനോഹരമാണ് അവിടുത്തെ കാഴ്ചകളാണ് സ്കോട്ട്ലൻഡ്. അതെ അതെ, അത്രയും നല്ല വായു, ഇത്രയും നല്ല വെള്ളം, ഇതൊന്നും ലോകത്തിൽ ലഭ്യമല്ലെന്നാ പറയുന്നത്. സത്യമാണ്. എന്തായാലും ആ യാത്രക്കിടയിലും നമ്മളിങ്ങനെ ബിംബി നിൽക്കുമായിരുന്നു. നമ്മുടെ അമ്പൂക്ക കത്തിജ്വലിക്കുകയായിരുന്നല്ലോ. നമ്മുടെ സ്വന്തം അമ്പുക്ക. ഇപ്പൊ എന്താണ് അമ്പൂക്കയുടെ അവസ്ഥ? എന്താണ് രാജ്മോഹൻ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? ഏറ്റവും ഒടുവിൽ അമ്പുക്ക ഇന്ന് മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്നു സെക്രട്ടേറിയറ്റിൽ. കണ്ടിട്ട് അദ്ദേഹം തിരിച്ചിറങ്ങി വന്ന് MLA ക്വാർട്ടേഴ്സ് വിളിച്ച് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം പ്രസ്ഥാനം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ്. അദ്ദേഹം എല്ലാം കൊടുത്തു എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യങ്ങൾ അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആ അധ്യായം അവിടെ അവസാനിപ്പിച്ച ലക്ഷണമാണ് കണ്ടിട്ട്. രാജ എന്തൊരു സൗമ്യന! ഇതുവരെ രാജ ഇത്രയും സൗമ്യന ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചില്ലേ? തീർച്ചയായും. പത്രക്കാർ ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട്, ശശിക്കെതിരെ നടപടി ഉണ്ടാവുമോ? മിണ്ടുന്നേ ഇല്ല. രാജ കേട്ടില്ല. സാധാരണ രാജ ഇങ്ങനെ പ്രകോപിതനായ തുണി പൊക്കി കാണിക്കാൻ വരെ ധൈര്യമുള്ള ആളാണ്. പക്ഷെ രാജ മിണ്ടിയില്ല. അജിത് കുമാറിനെ മാറ്റുമോ? അത് ഞാനല്ലോ തീരുമാനിക്കുന്നെന്ന് പറഞ്ഞു. അതായത് കടന്നൽ രാജയുടെ ഈ രണ്ടാം അംഗം 8 നിലയിൽ പൊട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇല്ലേ? തീർച്ചയായും. നാടോടിക്കാറ്റിലെ ക്യാപ്റ്റൻ രാജുവിന്റെ പ്രസിദ്ധമായ കഥാപാത്രത്തെ അനുസ്മരിക്കുന്ന രീതിയിലായിപ്പോയി കാര്യങ്ങളുടെ അവസാനം. അതെന്തുവാ ആ കഥാപാത്രം? ഒന്ന് കേൾക്കട്ടെ. പവനായി. പവനായി എന്തൊക്കെ പ്രഖ്യാപനം നടത്തും. ഞാൻ ബോംബ് വേണോ, ഞാൻ അമ്പ് ബില്ലും വേണോ, തോക്കോണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് വെറും ഞാനിപ്പോൾ, അതായത് 1 വർഷം മുമ്പ് മറുനാടിനെതിരെ കടന്നൽ രാജ യുദ്ധം പ്രഖ്യാപിച്ചല്ലോ. അതെ. അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് കടന്നൽ രാജ വെറും പോസ്റ്റർ ബോയ് മാത്രമാണെന്ന്. അതായത് ഇത് കടന്നൽ രാജയുടെ ബുദ്ധിയും, ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യനല്ല. നമുക്കറിയാം എന്തൊക്കെയോ കച്ചവടങ്ങൾ ഇത് അത്യാവശ്യം കാശുണ്ടായി. ഒരു പ്രാഞ്ചിയേറ്റർ സ്വഭാവം ഉണ്ടായപ്പോ 2 തവണ സ്വതന്ത്രനായി മത്സരിച്ച് അല്പം വോട്ട് പിടിച്ചപ്പോ CPM-ന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയായതുകൊണ്ട് ഈ കക്ഷിയുടെ സ്വന്തം വോട്ടിന്റെ കൂടെ, കാശ് കൊടുത്താൽ കിട്ടുന്ന വോട്ടിന്റെ കൂടെ CPM-ന്റെ വോട്ടോട് കിട്ടിയ ജയിക്കുമെന്ന് കരുതി നിലമ്പൂരിൽ മത്സരിച്ചു, ജയിച്ചു. ഇതാണ് സംഭവിച്ചത്. തീർച്ചയായും. 2ാം തവണ പിണറായി തരംഗം സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസുകാരെ തമ്മിൽ തല്ലണ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഷൗക്കത്ത് അലിയെ തോപ്പിക്കാൻ 2014 മറുഭാഗം പടതു. ഇക്കുറി പ്രകാശിനെ തോപ്പിക്കാൻ ഷൗക്കത്ത് അലി പടതു. ഇതാണ് സംഭവിച്ചത്, ഇല്ലേ? തീർച്ചയായും. അവിടെ നേരത്തെ ആര്യാടന് ശേഷം പിന്നെ അവിടുത്തെ ഈ ഗ്രൂപ്പ് വഴക്ക് ആരും പിടിച്ചാൽ നിർത്താത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കോൺഗ്രസിൽ. അതാണ് സത്യം. അപ്പൊ ഈ സാഹചര്യത്തിൽ കടന്നൽ രാജ MLA ആയി. 2ാമത് MLA ആകാൻ ശ്രമിച്ചപ്പോൾ കടന്നൽ രാജയ്ക്ക് ഒരു മോഹം ഉണ്ടായി, മന്ത്രിയാകും. അന്ന് മുഹമ്മദ് റിയാസുമായി സംസാരിച്ചു. അങ്ങനെയാണ് പിണറായിയുടെ അതിവിശ്വസ്തനായി. ഇപ്പൊ ഈ 2ാം ഘട്ടത്തിലാണ് അൻവർ ഇത്രയും അഗ്രസീവ് ആവുന്നത്. 1ാം ഭരണകാലത്ത് ഇത്രയും അഗ്രസീവ് ആയിരുന്നില്ല. ശ്രദ്ധിക്കണം. 1ാം ഭരണകാലത്ത് അൻവർ ഈ പറയുന്ന അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പും ഭൂമി കയ്യേറ്റവും അങ്ങനത്തെ പരിപാടിയായിട്ട് ജീവിച്ചു പോവാൻ. 2ാമത്തെ ഭരണം വന്നപ്പോഴത്തേക്കും അമ്പൂക്കായിക്ക് മന്ത്രിയാകണമെന്ന് മോഹമുണ്ടായി. അപ്പൊ നമ്മുടെ പോരാളി ഷാജിയിൽ അതിലുള്ളവരെല്ലാം കൂടി അമ്പൂക്കായി പൊക്കിപ്പിടിച്ച് കടന്നൽ രാജ എന്ന പേരും കൊടുത്ത് അമ്പൂക്ക പറഞ്ഞു നടക്കുമ്പോൾ രംഗത്ത് വന്നപ്പോ ഇങ്ങനെ വീട് പോയി. അപ്പൊ ഇങ്ങനെ പോസ്റ്റർ ബോയ് ആക്കാൻ പലരും ഉപയോഗിച്ചു എന്നാണ് സത്യം. ആദ്യം ഇങ്ങനെ പോസ്റ്റർ ബോയ് ആക്കിയത് പിണറായി തന്നെയാണ്. അതായിരുന്നു കഴിഞ്ഞ തവണത്തെ നമുക്കെതിരെയുള്ള നീക്കം. ഓർമ്മയുണ്ടല്ലോ അത്? തീർച്ചയായും. പിന്നെ എന്തെല്ലാം കേസുകൾ നമ്മുടെ പേരിൽ. അതെ, അന്ന് സത്യത്തിൽ പിണറായി വിജയൻ അമ്പൂക്കയെ വിളിച്ച് വളരെ കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നു. ഇവനെ പൂട്ടണം, ഇവനെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് 1-2 കേസുകൾ എടുത്തിട്ട് കാര്യമില്ല, പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ഈ SC/ST അട്രോസിറ്റി കേസ് ഉണ്ടാവുന്നത്. സത്യത്തിൽ നമ്മുടെ ശ്രീനിജനൊക്കെ പാവത്താനാന്ന് പറയേണ്ടി വരും. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ യാദൃച്ഛികമായിട്ട് ഞാൻ അദ്ദേഹത്തെ പിന്നീട് ഓബൈ താമര കണ്ടു. അപ്പം
എന്നോട് സൗഹൃദത്തോടെ സംസാരിച്ചത്. അപ്പം ഇവരൊക്കെ ഇതിന്റെ ഭാഗമായി പോയി. ഈ പോസ്റ്റർ ബോയ് ആയിട്ട് അപ്പുക്ക രംഗത്തിറങ്ങി. അപ്പുക്ക ഓർത്ത് പിണറായിക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്താൽ തനിക്ക് ഹീറോ പരിവേഷവും കിട്ടും, മന്ത്രിയുമാകാമെന്ന് കരുതി. അന്ന് ദൈവം നമ്മളെ കാത്തു. അതെ, തീർച്ചയായും. മാത്രമല്ല, ഈ അമ്പുക്ക ഇതിൽ കഴിഞ്ഞ ദിവസം പുറത്തായ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ താങ്കൾ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് പിടിക്കാൻ ഞാനും ചില സമാന്തര സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നുണ്ട് കേരള പോലീസിനെ സഹായിക്കാൻ. ഓർമ്മയുണ്ടോ കേട്ടത്? രാജ്മോഹൻ ഇതിലൊരു തമാശയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഈ പോലീസ് തന്നെ വേട്ടയാടുകയും കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഓടി നടക്കുകയും ചെയ്ത സമയത്ത് ഏറ്റവും ആത്മാർത്ഥമായി പണിയെടുത്ത ആള് തന്നെയാണ് അജിത് കുമാർ. അജിത് കുമാറിനായിരുന്നു വളരെ കൃത്യമായ നിർബന്ധം എന്നെ പിടികൂടണം. കേരളത്തിലെ തിരുവനന്തപുരത്തെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി അജിത് കുമാറിന് അടുത്ത് ചെന്നപ്പോ അജിത് കുമാർ അയാളോട് പറഞ്ഞതാണ്, അവനെ പൂട്ടിയിരിക്കും, ഒരു സംശയമില്ല. എല്ലാ അർത്ഥത്തിലും കരുക്കൾ നീക്കിയതും അങ്ങേയറ്റം നീചമായി വേട്ടയാടിയതും ഓഫീസിലെ മുഴുവൻ കമ്പ്യൂട്ടറുകൾ കൊണ്ടുപോയതും അതൊക്കെ ഈ താഴത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ പണി ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മേളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ പിന്നീട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയമുണ്ട്. ഈ സമയത്ത് അവിടെ വന്നിരുന്ന DCPയും ACPയും ഒക്കെ നിസ്സഹായരാണ്. അവർ പറയുന്നത് മുകളിൽ നിന്നുള്ള ഉത്തരവിന് വേണ്ടി കാത്തിരിക്കണം. അത് കേട്ടിട്ട് മാത്രമേ അവർക്ക് എന്തെങ്കിലും. അങ്ങനെ വേട്ടയാടാൻ അങ്ങേയറ്റം നീച മനസ്സോടെ നേതൃത്വം കൊടുത്ത അജിത് കുമാർ എന്നെ സഹായിച്ചു എന്ന പേരിൽ കുറ്റാരോപിതനാവുമ്പോൾ എന്തൊരു ആനന്ദമാണെന്നറിയോ, എന്തൊരു സുഖമാണെന്നറിയോ. ഏതായാലും നമ്മൾ കൈക്കൂലി കൊടുത്തെന്ന് പറയുന്ന തുക, അമ്പുക്ക പറയുന്ന തുക അത്ര മോശം തുകയല്ല കേട്ടോ. ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2 കോടിയൊക്കെ കൊടുത്തോന്ന്. അല്ല, ഈ 2 കോടിയുടെ കഥയിലെ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാൽ, ഈ 2 കോടി കൊടുത്തിട്ടും ഈ അജിത് കുമാർ നമുക്കെതിരെ തുടർച്ചയായി ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. എന്തൊരു ദുഷ്ടനാ മനുഷ്യൻ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും കേസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ ഇടയ്ക്ക് വന്നതല്ലേ കേസ്? നമ്മൾ 2 കോടി കൊണ്ട് കൊടുക്കുന്നു, 1.5 കോടി നേരിട്ട് കൊണ്ട് കൊടുക്കുന്നു, 50 ലക്ഷം ഇനി കൊടുക്കാനുണ്ട്. അത് പറ്റിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ എത്രയോ കേസുകൾ എടുത്തു, ഇപ്പോഴും കേസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതെല്ലാം എന്തിനാണ് ഈ 2 കോടി കൊണ്ട് എന്റെ സഹോദരങ്ങൾ അജിത് കുമാറിന് കൊടുത്തോന്നറിയാമോ? ജാമ്യമുള്ള വകുപ്പുകൾ ഇടണമെന്ന് പറഞ്ഞാൽ ഈ 2 കോടി രൂപ ജാമ്യമുള്ള വകുപ്പുകൾ ഇടാമെന്ന് പറഞ്ഞ് മേടിച്ച അജിത് കുമാർ ജാമ്യമില്ലാത്ത വകുപ്പുകൾ മാത്രമേ ഇട്ടുള്ളൂ. അതെ. എന്നിട്ടും ആ മനുഷ്യനോട് ഇവരിങ്ങനെ കാട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അന്യായമല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ മുമ്പിൽ മറുനാടനെയും ഷാജൻ സ്കറിയെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുമ്പോഴും ഇതിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. മറുനാടനെ ഉയർത്തിപ്പിടിക്കുന്നത് അൻവറിന്റെ മാത്രം താല്പര്യം, മറ്റേ സർക്കാരിന്റെയോ പാർട്ടിയുടെ താല്പര്യമല്ല. മറുനാടനെ വേട്ടയാടാൻ തീരുമാനിച്ചിരുന്നത് പാർട്ടി ആയിരുന്നില്ല, നേരെ മറിച്ച് പിണറായിയുടെ സംവിധാനങ്ങളും, അതായത് പിണറായിയുടെ പവർ ഗ്രൂപ്പ്, അജിത് കുമാറും ശശിയും അടങ്ങുന്ന പിണറായിയുടെ പവർ ഗ്രൂപ്പ്. അതിനകത്ത് റിയാസിന് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് റിയാസ് ഒരു പക എന്നോട് കാട്ടിയിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ ഈ പവർ ഗ്രൂപ്പിനെതിരെയാണ്, അതായത് എന്നെ വേട്ടയാടാൻ തീരുമാനിച്ച പവർ ഗ്രൂപ്പിനെതിരെയാണ് ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്ന അൻവർ രംഗത്തിറങ്ങിയത്. അവിടെയാണ് രാജ്മോഹൻ, ഇതിന്റെ പിന്നിൽ ഒന്നല്ല 1000 അജണ്ടകളുണ്ട്. അതിൽ ഒരജണ്ട ഞാൻ കരുതുന്നത് വർഗീയത തന്നെയാണ്. അതായത് CPIM ഒരു പ്രീണന രാഷ്ട്രീയം ഉപയോഗിക്കുന്നു എന്ന പരാതി മലബാറിലെ പാർട്ടി ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ള സത്യമാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഉണ്ട്. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM വലിയ തിരിച്ചടിയായി. അപ്പം ഈ തിരിച്ചടി CPM വാസ്തവത്തിൽ ഉപയോഗിച്ചത് പിണറായി വാസ്തവത്തിൽ ഒരു തന്ത്രമായി ഉപയോഗിച്ചതാണ്. അതായത് മുസ്ലിം രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നാൽ ലീഗിനെ കൂടി കൊണ്ടുവരാൻ സാധിച്ചാൽ കൃത്യമായി മരുമകനെ മുഖ്യമന്ത്രിയാക്കി കസേരയിൽ ഇരുത്താം, അപ്പൊ ഉറപ്പായും ജയിക്കാം എന്ന് തോന്നിയ ദിവസം കാണിക്കും. ഇതായിരുന്നു പിണറായിയുടെ അജണ്ട. പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാപിച്ച ഒരു കാര്യം, ഈ പ്രീണന രാഷ്ട്രീയം ഇതിനെ പാർട്ടി ഗ്രാമങ്ങൾ പോലും എതിർക്കുന്നു എന്നതാണ്. ഇത് വലിയൊരു തിരിച്ചടിയായി മാറി. ഈ തിരിച്ചടിയിലാണ് ഈ മറുതന്ത്രം ഇവിടെ ഉണ്ടായത്. അതായത് മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന പേരുദോഷം ഒഴിവാക്കുകയും ചെയ്യാം, അതേസമയം ഒരു എന്താ പറയുന്നത്, ഒരു ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അജണ്ട വാസ്തവത്തിൽ വർക്കൗട്ട് ചെയ്തത് നമ്മുടെ P. രാജീവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോഴുള്ള CPM നേതാക്കന്മാരിൽ ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും കുതന്ത്രം അറിയാവുന്നയാളും ഏറ്റവും കരുക്കൾ നീക്കുന്നയാളും P. രാജീവാണ്. രാജ്മോഹൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ രാജീവിനെ കുറിച്ച്? തീർച്ചയായും. കാരണം എറണാകുളം ബെൽറ്റ് ഉണ്ടല്ലോ, അത് ശക്തമാണ് അവർ.
അവിടെ അവരുടെ പ്രധാനപ്പെട്ട നേതാവ് പി രാജീവ് തന്നെയാണ്. ഇതിൻ്റെ രാഷ്ട്രീയ വളർച്ച നമ്മൾ പെട്ടെന്നുള്ള വളർച്ച നമ്മൾ കണ്ടതുമാണ്. ഏതായാലും ഒരു മുഖ്യമന്ത്രി മോഹം അദ്ദേഹത്തിലുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. ഇപ്പോൾ കെ എൻ ബാലഗോപാലിനെ പോലുള്ള ആൾക്കൊന്നും അതിന് സാധിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പി രാജീവ് തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാൾ ഈ കൂട്ടത്തിലെന്നുള്ളത് ഉറപ്പാണ്. ഇനിയുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം മുന്നോട്ട് പോകുന്നത്. എറണാകുളം ബെൽറ്റ് എന്നുള്ളതല്ല, ഇവിടെ പി രാജീവ് വലിയ തന്ത്രജ്ഞനാണ്. പുറത്തിങ്ങനെ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കും, ബുദ്ധിജീവി പരിവേഷം കാട്ടും, ഭയങ്കര സൗമനസ്യം, നന്മ. പക്ഷേ പിണറായിയുടെ മറ്റൊരു പതിപ്പാണ് പി രാജീവ്. പിറകിൽ എന്ത് അപ്പൊ നമ്മളറിയാലോ, അവിടെ കളമശ്ശേരിയിൽ ഒരു ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു, എന്താണ് അയാളുടെ പേര്? സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ അടക്കമുള്ള സകല സംവിധാനങ്ങളും ഈ പി രാജീവ് വളർത്തിയെടുത്തതാണ്. അതേസമയം മറുഭാഗത്ത് ബി ജെ പിക്കാരോട് പോലും ബന്ധമാണ്. ഇപ്പം പാർലമെന്റിൽ അദ്ദേഹത്തിന് വലിയ കയ്യടി കിട്ടി. പി രാജീവ് രാജ്യസഭയിൽ നിന്ന് പോകുന്നത് രാജ്യത്തിന് നഷ്ടമാണെന്ന് അന്നത്തെ രാജ്യസഭാ അധ്യക്ഷൻ പറയേണ്ടി വന്നു. അങ്ങനെ ഒരു ടേം കൂടി കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു ടേമും കൂടെ രാജ്യസഭയിൽ കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു രാജ്യസഭാ അധ്യക്ഷൻ. എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കി, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി, കൃത്യമായി ചതുരംഗ കളത്തിൽ കരുക്കൾ നീക്കുന്നത് പോലെ മുമ്പോട്ട് പോകുന്ന, അതേസമയം സൗമ്യ സ്വഭാവം കാട്ടുന്ന നേതാവാണ് പി രാജീവ്. ഈ പിണറായി അട്ടിമറിക്കാൻ ഇപ്പോൾ നടന്ന ഒരു ശ്രമമാണിത്. അതിന് ചുക്കാൻ പിടിച്ചത് പി രാജീവാണ്. ആ ചുക്കാൻ പിടിച്ചത് വളരെ കൃത്യമായി പറയാം, ആ ചുക്കാൻ പിടിക്കാൻ രാജീവിന്റെ ബുദ്ധിയിലാണ് ഈ പോസ്റ്റർ ബോയിയായി അൻവർ രംഗത്ത് വരുന്നത്. അൻവർ പാവത്താനാണ് ഒരർത്ഥത്തിൽ. ഇങ്ങനെ പൊങ്ങുന്ന വെള്ളത്തിനൊപ്പം ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ലാതെ അൻവർ അതിനപ്പുറത്തേക്കുള്ള ശേഷിയൊന്നും ഇല്ല. പുള്ളിക്ക് ആകെപ്പാടെ ആഗ്രഹം, പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പുള്ളിയുടെ ഈ കള്ളക്കച്ചവടങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പൊ പാർട്ടിയുടെ തണലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ആളുകളെ ഭീഷണിപ്പെടുത്തി ഭൂമി കൈവശപ്പെടുത്താം, സർക്കാർ ഭൂമി കൈവശപ്പെടുത്താം, നിയമലംഘനം നടത്താം. അപ്പം KFC ഇന്നലെ എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, KFC നിന്ന് 80 ലക്ഷം രൂപ വായ്പ എടുത്തിട്ട് വർഷങ്ങളായി തിരിച്ചടച്ചിട്ടില്ല, ഡിഫോൾട്ടറാണ്, തിരിച്ചടയ്ക്കുന്നതിനെ ചിന്തിച്ചിട്ടില്ല. KFC ഒരു ആക്ഷനും എടുത്തിട്ടുമില്ല. ഒരു ഉദ്യോഗസ്ഥൻ, KFC ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. അതിന് രേഖകളെ എനിക്ക് കൈമാറി. ഇതൊന്നും ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കാര്യങ്ങളല്ല. അപ്പൊ പുറത്തു വരാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്പൂക്കയ്ക്ക് അതൊക്കെ സംരക്ഷിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് അജണ്ട ഉണ്ടായിരുന്നില്ല. പക്ഷേ മന്ത്രിയായ കൊള്ളാമെന്നൊരു മോഹം വന്നു. അപ്പൊ അമ്പൂക്ക എന്ത് ചെയ്തു? ഈ റിലീജിയസ് പൊളിറ്റിക്സ് ഇന്ന് പറഞ്ഞല്ലോ, എന്റെ പിന്നിൽ ദൈവം മാത്രമാണെന്ന് പറഞ്ഞല്ലോ. നേരും നെറിയുമുള്ളവനെയാണ് ദൈവം സംരക്ഷിക്കുന്നത്. നേരികെട്ടവനെ നെറികെട്ടവനെ ദൈവം സംരക്ഷിക്കുവോ? ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ദൈവം ലോകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, ആ ഏത് മതത്തിന്റെ ആണെങ്കിലും. അപ്പൊ ഈ നേരും നെറിയും കെട്ട പ്രവൃത്തി നെയ്യുക, ആ പ്രവൃത്തിക്ക് ദൈവത്തെ കൂട്ടുപിടിക്കുക. അൻവറിന്റെ പേരിലുള്ള ആരോപണങ്ങളൊക്കെ നോക്കി എന്തെല്ലാം ആരോപണങ്ങളാണ്. വധശ്രമ കേസിൽ, മനാഫ് കൊലക്കേസിലെ 2ാമത്തെ പ്രതിയായിരുന്നു, ഊരിയെടുത്തതാണ്. അൻവറിന്റെ സഹോദരങ്ങൾ 2 പേര് ജയിലിലാണ് കൊലക്കേസിൽ. അതിനെ 25 കൊല്ലമാണ് ഈ പോലീസ് സംരക്ഷിച്ചത്. ഇതൊക്കെ പോട്ടെ. അപ്പൊ ഈ അൻവർ ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോട് വന്നപ്പോൾ ഈ പറയുന്ന പിണറായി മന്ത്രിയാക്കാമെന്ന് പറയുന്ന വാക്ക് പാലിച്ചില്ല. കാരണം ഈ മുസ്ലിം പ്രീണനം പിണറായിയുടെ ഒരു ആയുധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിക്കാർ ഒഴിഞ്ഞു പോയതോടെ ആ പേര് ദോഷം അവർക്ക് മാറ്റണം. അതായത് മരുമകനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി അത്തരമൊരു അൻവറിനെ പോലുള്ള ഒരാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇവിടെയാണ് എതിർ ഗ്രൂപ്പ്, അതായത് അവസരം കാത്തിരിക്കുന്ന പി രാജീവ് നേതൃത്വം കൊടുക്കുന്ന എതിർ ഗ്രൂപ്പ്, നേതാവായി മുമ്പിൽ നിൽക്കുന്നത് ഗോവിന്ദനാണ്, സംശയമില്ല. പക്ഷെ ചുക്കാൻ പിടിക്കുന്നതും ചരട് വലിക്കുന്നതും രാജീവാണ്. അപ്പൊ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം, ഗോവിന്ദൻ ഇപ്പൊ MLA ആണ്. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വേറൊരു കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത്, ഈ EP ജയരാജന് പുറത്തു പോകുന്ന പശ്ചാത്തലം. ഈ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ധാരണ ഗോവിന്ദൻ രാജിവെക്കും എന്നായിരുന്നു, MLA സ്ഥാനം. എന്നിട്ട് ഗോവിന്ദന്റെ സ്ഥാനത്ത് അവിടെ തളിപ്പറമ്പിലോ കൂത്തുറമ്പിൽ എവിടെയാണ് കൂത്തുറമ്പിലോ തളിപ്പറമ്പിലോ കണ്ടല്ലേ, എവിടെയാണ്? തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ EP മത്സരിക്കും. എന്നിട്ട് EP രണ്ടാമനായി വരുമെന്നാണ് ധാരണ. പക്ഷെ ഗോവിന്ദൻ വിസമ്മതിച്ചു. പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഗോവിന്ദൻ വിസമ്മതിച്ചു. അപ്പൊ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പുറത്താക്കി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം. ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി പദവിയാണ് രാജീവിന് വാഗ്ദാനം ചെയ്യുന്നത്. രാജീവിന് ഇനി സമയമുണ്ട്, ഗോവിന്ദന് ശേഷം രാജീവ് മുഖ്യമന്ത്രിയാവാം. ഈ ഒരു നീക്കം നടത്തുന്നു. ഇതിന്റെ പിന്നിൽ വാസ്തവത്തിൽ ഒരു പരിധി വരെ സമസ്തയുടെ അടക്കമുള്ള അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ട് അൻവറിന്റെ മുമ്പിൽ നിർത്തിക്കണം. കാരണം അൻവർ ശക്തനാണ്. പിണറായിക്കെതിരെ രംഗത്ത് വരാൻ ആർക്കും ധൈര്യമില്ല. കണ്ണൂർ ലോബി, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണൂർ ലോബിയുടെ പ്രതിനിധിയായാണ് പിണറായി മുഖ്യമന്ത്രിയായത്.
പക്ഷെ മുഖ്യമന്ത്രി കസേരയിൽ 2ാം സ്ഥാനത്ത് എത്തിയതോടെ പിണറായിക്ക് സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാതായി. ഈ പശ്ചാത്തലത്തിൽ കണ്ണൂർ ലോബി എന്ന് പറയുന്ന പവർഫുൾ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഒരുമിച്ച് നിന്നു. രാജീവിന് എതിരാളിയായി സ്വരാജ് അടക്കമുള്ളവരുമുണ്ട് മറുഭാഗത്ത്. എവിടെ? എറണാകുളത്ത്. അപ്പൊ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിടിമുറുക്കുന്നു. രാജീവ് ഗോവിന്ദനോടൊപ്പം നിശബ്ദമായി നിൽക്കുന്നു. ശൈലജ ടീച്ചർ അടക്കം, പി ജയരാജൻ അടക്കം ഉള്ള കണ്ണൂർ ലോബി ശക്തമായി. എം വി ജയരാജൻ നിശബ്ദനാണ്, ഒന്നും മിണ്ടുന്നില്ല. അപ്പം അൻവറെ മുമ്പിൽ നിർത്തി പിണറായിയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ നിറയൊഴിച്ച്, കാരണം പിണറായിയുടെ ശക്തി എന്ന് പറയുന്നത് 2 പേരാണ്, അത് അജിത് കുമാറും ശശി. ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കയറിയത് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടൊന്നും, സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടല്ല, ഓർക്കണം. അതേ അഭിഭാഷക സംഘടനയിലൂടെയാണ് തിരിച്ചെത്തിയത്. പാർട്ടിന്ന് പുറത്തായിട്ട് CPM-ന്റെ അഭിഭാഷക സംഘടന വഴിയാണ് തിരിച്ചെത്തിയത്. തിരിച്ചെത്തി സംസ്ഥാന സമ്മേളന പ്രതിനിധി ആയിരുന്നില്ല ശശി. അല്ല, സംസ്ഥാന സമ്മേളന പ്രതിനിധി ആയിരുന്നെങ്കിൽ കണ്ണൂർ ലോബി വെട്ടുമായിരുന്നു. അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ശശി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്ന്. അപ്രതീക്ഷിതമായി പിണറായി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിച്ചു. ഇനി വരുന്ന ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ ഈ കണ്ണൂരിലൂടെ തന്നെ ശശി കയറി വരികയും സെക്രട്ടേറിയറ്റിൽ എത്തുകയും ചെയ്യാം, ശക്തനാവാം. അത് പിണറായിയുടെ തുടർച്ചയായി വരാം. അതുകൊണ്ടാണ് അൻവറെ കളത്തിലിറക്കി ഇവർ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. ഈ സർജിക്കൽ സ്ട്രൈക്കിൽ അൻവർ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം അൻവർ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് കഴിഞ്ഞ തവണ അൻവർ സംഭവിച്ചത്. പിണറായി തന്നെ നേതൃത്വം കൊടുത്ത് മറുനാടനെ വേട്ടയാടാൻ തീരുമാനിക്കുന്നു. ആ വേട്ടയാടൽ വിജയിക്കാൻ കഴിയുന്നില്ല. അത് അൻവറിന് ക്ഷീണമായി. ഇക്കുറി വീണ്ടും 2ാമതൊരു സർജിക്കൽ സ്ട്രൈക്ക്. വെറുതെ മറുനാടിന്റെ പേര് മാത്രം. ഈ മറുനാടിന്റെ പേര് പറയുന്നതിനകത്ത് ഒരു 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മറുനാടനാണ് എന്റെ വിഷയം എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയിലെ ഗ്രൂപ്പ് എന്ന തരത്തിൽ ഈ ചർച്ച പോവാതിരിക്കും. 2ാമത് മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന പാവപ്പെട്ട മുസ്ലിമുകളുണ്ട്. ആ മുസ്ലിമുകളുടെ പിന്തുണ അത് ഉറപ്പാക്കാം, പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാം. ഇപ്പൊ കണ്ടില്ലേ സതീശൻ വിളിച്ചു പറഞ്ഞ ഡയലോഗ് ഉണ്ടോ? അല്ല, അതാണ് ഞാൻ പറയായിരുന്നത്. ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ത് കണ്ടിട്ടാണ് ഇതെല്ലാം വിളിച്ച് പറയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഉത്തരവാദിത്വം, പ്രതിപക്ഷ നേതാവ് ഷാഡോ ചീഫ് മിനിസ്റ്ററാണ്. വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹം ഈ അൻവർ പറഞ്ഞതും കേട്ടുകൊണ്ട് അദ്ദേഹം വിളിച്ച് പറയുകയാണ് പൊതുവേദിയിൽ. അല്ല, അത് ഈ പ്രതിപക്ഷ നേതാവിന്റെ കുഴപ്പം. നമ്മുടെ BJP നേതാവ് സുരേന്ദ്രന്റെ സ്വഭാവമാണ് പ്രതിപക്ഷ നേതാവ്. അതായത് ചെറിയ വിമർശനം പോലും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഈ കോൺഗ്രസിലെ വടംവലി ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പ് വൈരാഗ്യം ഉണ്ടല്ലോ, അവിടെ കെ സുധാകരനെ ഞാൻ പിന്തുണയ്ക്കുന്ന തോന്നലാണ് സതീശനുള്ളത്. വാസ്തവത്തിൽ എനിക്ക് സതീശനോടോ സുധാകരനോടോ പ്രത്യേക വാത്സല്യമോ അല്ലെങ്കിൽ എതിർപ്പോ ഇല്ല. ഇവരെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടവും എന്നോട് അടുപ്പം പുലർത്തിയിട്ടുള്ള നേതാവ് ചെന്നിത്തലയാണ്. പക്ഷേ നമ്മളത് ചെന്നിത്തലയെ തള്ളിയത് എന്തുകൊണ്ടാ? സതീശനായിരിക്കും കോൺഗ്രസിന് നല്ലത് എന്ന് കരുതിയത് കൊണ്ടാണ്. ഇന്ന് സതീശനെ തള്ളി പറയുന്നത് എന്തുകൊണ്ടാ? സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള തന്റെ കടമ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിറവേറ്റാത്തത് കൊണ്ടാണ്. അത് ചെയ്യുന്നത് സുധാകരൻ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും സുധാകരൻ ഭംഗിയായി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ സുധാകരനെ പിന്തുണയ്ക്കും. പക്ഷേ സതീശനെ സുരേന്ദ്രനെ പോലെ തന്നെ ചെറിയ വിമർശനം പോലും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവസരം മുതലെടുത്ത് ഒരു യൂട്യൂബർ, ആൾക്കറിയില്ല, യൂട്യൂബർ അയാൾക്ക് പരിചയമില്ല, ഒരു യൂട്യൂബർ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ പോട്ടെ, നമ്മളൊന്നും ഗവനിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗവനിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പിണറായിയുടെ അധികാര കേന്ദ്രത്തിന് നേരെ ഗോവിന്ദനും പി രാജീവും ഒരുക്കിയ ഒരു ബോംബ്, അത് അൻവറെ കൊണ്ട് എറിയിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇവര് കരുതിയത് പിണറായി കുലുങ്ങുന്നതോടെ സ്വാഭാവികമായും ആദ്യത്തെ നടപടി എന്ന നിലയിൽ അജിത് കുമാറിനെ മാറ്റും, ശശിയെ മാറ്റും. ഇത് മാറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു പക്ഷെങ്കിൽ അപ്പൊ ശക്തി പ്രാപിക്കാം, ഗോവിന്ദന്റെ മേൽ കൂടുതൽ വിശ്വാസം ഉണ്ടാവും, സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയിലും പിന്തുണ ഉണ്ടാവും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അധികാര കൈമാറ്റം ഉണ്ടാവാം. അപ്പൊ ഗോവിന്ദൻ മുഖ്യമന്ത്രിയാവാം, പി രാജീവ് പാർട്ടി സെക്രട്ടറിയും ആവാം. ഇതായിരുന്നു ഒരു ഫോർമുല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പുതിയ മന്ത്രിസഭയിൽ, അത് 1 വർഷമാണെങ്കിലും കർണൽ രാജായ്ക്ക് മന്ത്രിയുമാകാം. കാരണം റിയാസിന് പോകേണ്ടി വരും, നമ്മളെ അബ്ദുൾ റഹ്മാൻ പോകേണ്ടി വരും. അബ്ദുൾ റഹ്മാനാന്ന് തോന്നുന്നു മന്ത്രി, ആരാന്ന് പോലും. അബ്ദുൾ റഹ്മാനാണ് മന്ത്രി, അദ്ദേഹം മലപ്പുറം ജില്ലയിലുള്ള ആള് തന്നെയാണല്ലോ. ഓക്കെ. അപ്പം ഈ സാഹചര്യത്തിൽ ഇത് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ പിണറായി ഇവരെക്കാൾ കാന്യബുദ്ധിക്കാരനാണ്, അല്ലെ? തീർച്ചയായും പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇവരെല്ലാം കടത്തിവിട്ട ആൾ തന്നെയാണ്. VS-നെ പോലും കടത്തിവെട്ടാനുള്ള സ്ഥിതിയിലേക്ക് വളർന്ന പിണറായി വിജയനോട് ഇവരെല്ലാം കൂടെ ഏറ്റുകൂട്ടാൻ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല രാഷ്ട്രീയപരമായി. ആരോഗ്യമില്ലെങ്കിലും
പിണറായിയുടെ തന്ത്രത്തിന് മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തീർച്ചയായും. അതുകൊണ്ട് അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. പിണറായിക്ക് മനസ്സിലായി അജിത് കുമാറിനെ മാറ്റിയാൽ തീർച്ചയായും ശശിയെ മാറ്റേണ്ടി വരും. ശശിയെ മാറ്റിയ പിണറായിക്ക് പോകേണ്ടി വരും. അത് നമ്മൾ ഓർക്കണം. സുജിത് ദാസ് എന്ന് പറയുന്ന IPS കാരൻ എന്തെല്ലാം വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു. സുജിത് ദാസിനെ പോലും സസ്പെൻഡ് ചെയ്തില്ല. SP സ്ഥാനത്ത് നിന്ന് മാറ്റിയതേ ഉള്ളൂ. ആ 12 ജില്ലാ പോലീസ് സൂപ്രണ്ട് സ്ഥാനത്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പകരം പദവി കൊടുത്തിട്ടുമില്ല. ആലോചിച്ച് നോക്കിയേ, സസ്പെൻഡ് ചെയ്തില്ല. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ധൈര്യമില്ല. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ട പദവിയിൽ നിന്ന് മാറ്റാൻ ധൈര്യമില്ല. ശശിയുടെ ഒരു രോമം പറിക്കാൻ ധൈര്യമില്ല. ഇതൊക്കെ ചെയ്താൽ തനിക്ക് തിരിച്ചടിയാവുമെന്ന് കൃത്യമായി പിണറായിക്കറിയാം. ഈ അൻവറിന്റെ മുമ്പിൽ നിർത്തി ഗോവിന്ദൻ ഇട്ടിരിക്കുന്ന ബോംബാന്നറിയാം. ആ ബോംബ് പിണറായി കൈകൊണ്ടെങ്കിലും പിടിച്ചിട്ടങ്ങ് വിഴുങ്ങി. ഒന്നും സംഭവിച്ചില്ല, പൊട്ടിയില്ല, അലിഞ്ഞുപോയി. ഇനിയാണ് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആര് ജയിച്ചു, ആര് തോറ്റു? നമ്മൾ ഇന്ന് കണ്ട അൻവർ ഒരു കീഴടങ്ങലിന്റെ അൻവറാണ്. മുഖ്യമന്ത്രിയോട് ബാർഗെയിനിങ്ങിന് പോയതാണ്. പക്ഷെ എന്നിട്ട് അരമണിക്കൂർ പോലും മുഖ്യമന്ത്രി സംസാരിച്ചില്ല. പിണറായിയുടെ സ്വഭാവം അൻവർക്ക് അറിയാത്തത് കൊണ്ടല്ല. അൻവർക്ക് അറിയാമായിരുന്നു. അൻവർ പിണറായിയെ വിശ്വസ്തനായി മാത്രമേ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ, എതിർപക്ഷത്ത് നിർത്തി കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ആരിഫ്, ആലപ്പുഴയിലെ തോറ്റ MP ആരിഫ്, അതെ, ഈ ആരിഫ് ഇടക്കാലത്ത് ആലപ്പുഴയിലെ ഈ ഗ്രൂപ്പ് ലഹളയുടെ ഭാഗമായി പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. ഈ കുറെ കാലം മുമ്പ്, കഴിഞ്ഞ തവണ MP ആയിരിക്കുമ്പോഴാണ് അതെ, പാർട്ടി വിടാൻ തീരുമാനിച്ചു. അവിടെ വലിയ ഭിന്നത, അറിയാം, ഏറ്റവും കൂടുതൽ ഭിന്നതയുള്ളത് ആലപ്പുഴയിലാണല്ലോ പാർട്ടി തർക്കങ്ങൾ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് MP ആവുമ്പോഴാണ്, അതിന് മുമ്പാണ്, MLA ആയിരിക്കുമ്പോഴാണ് തോന്നുന്നു. ആരിഫ് അരൂരിലെ MLA ആയിരിക്കുമ്പോൾ, MP ആവുമ്പോഴല്ല, അരൂരിലെ MLA ആയിരിക്കുമ്പോൾ ഇയാൾ കുറെ കലാപമൊക്കെ ഉണ്ടാക്കി പ്രശ്നമായി. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന പിണറായി വിജയൻ വരുവാണ് ആലപ്പുഴയിലേക്ക്. പിണറായി വിജയൻ വരുന്നു. പാർട്ടിയിൽ വലിയ വിവാദങ്ങളെ നടക്കുന്നു. ആ വിവാദങ്ങളെല്ലാം പിണറായി നിശബ്ദനായി കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു. എല്ലാവരും പൊക്കോളാൻ പറയുന്നു. ആരിഫിനോട് അവിടെ ഇരിക്കാൻ പറയുന്നു. ഇത് എന്നോട് പറഞ്ഞത് ആരിഫിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ്. ആരിഫ് ഇങ്ങനെ പിണറായി ഇരിക്കുന്ന മുമ്പിൽ വെച്ച് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുവാന്ന് ഓർക്കണം. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാവരും പുറത്തു പോയിട്ട് പിണറായി ആരിഫിനോട് പറഞ്ഞു ജീവനോടെ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. പ്രശ്നം തീർന്നു. ആരിഫ് അച്ചടക്കമുള്ള പാർട്ടിക്കാരനായി. ആരിഫ് ഒരിക്കൽ പോലും പിണറായിക്കെതിരെ വാ തുറന്നിട്ടില്ല. ഇതാ പറഞ്ഞതെന്ന് പറയാൻ അത്രമാത്രം വിശ്വസ്തനായ, കൃത്യമായി ആരിഫ് സങ്കടപ്പെട്ടും പേടിച്ചും പോയി ഈ അനുഭവം വിവരിച്ച ഒരാൾ എന്നോട് വ്യക്തിപരമായി പറഞ്ഞ കഥയാണ്. ഇതാണ് പിണറായി വിജയൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അൻവർ ഈ നെഞ്ചു വിരിച്ച് അങ്ങോട്ട് ചെന്നിട്ട് തിരിച്ച് പൂച്ചയെ പോലെ ഇറങ്ങി വന്നത് അങ്ങനെ കൃത്യമായി പറഞ്ഞു കാണും. അൻവറെ, ഇത് വിജയന എന്ന് പറഞ്ഞു കാണും. പേടിച്ച് വിറച്ച് അൻവർ തിരിച്ചു പോകുന്നത് അതുകൊണ്ടാണല്ലോ ശശിയെ കുറിച്ച് മിട്ടുന്നില്ല. പേടിയാണല്ലോ. ഒരക്ഷരം വേണ്ടിയോ? എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. കാരണം ഏറ്റവും വലിയ ജീവൻ പേടിയാണല്ലോ. ഇതറിയാം. അതുകൊണ്ടാണ് ഇതിനെ കൊണ്ട് തോക്കിന് അപേക്ഷ കൊടുത്തത്. അവസാനത്തെ ആയുധം എന്ന നിലയിൽ തോക്കിലേക്ക് മാറുകയാണ്. പാർട്ടിക്കാരെ വിശ്വാസമില്ല, പോലീസിനെ വിശ്വാസമില്ല, പിണറായിയെ വിശ്വാസമില്ല. തോക്കിൽ മാത്രം വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് അൻവറെത്തി. അല്ല, തോക്കിൻകുഴലിലൂടെ വിപ്ലവം വരുമെന്നാണല്ലോ പണ്ട് മാവോയും പറഞ്ഞിട്ടുള്ളത്. അതൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് വലിയൊരു പിണറായി എന്ന് പറയുന്ന അതിശക്തനായ രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ ഗോവിന്ദൻ മാഷും P രാജീവും തോറ്റമ്പി, നാണക്കേട് അൻവർക്കും. അത് മാത്രമേ ഉള്ളൂ. ആകപ്പാടെ അൻവറിനെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അൻവർ ഒടുവിൽ പിണറായിയോട് ഒരു കാര്യം മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇത്രയും അധികം ബുദ്ധിമുട്ടായി, പ്രശ്നമായി, മാനം രക്ഷിക്കാൻ എന്തെങ്കിലും വേണം. അമ്പൂക്ക സിന്ദാബാദ് വിളിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ പിടിച്ചിരിക്കണം. അതുകൊണ്ട് മറുനാടൻ ഷാദിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ച്, കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം മറുനാടൻ ഷാദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും, കാരണം അവരെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം, അറസ്റ്റ് ചെയ്തെങ്കിലും ചെയ്യട്ടെ എന്ന് നിലവിടെ എത്തിക്കാണ്. കാരണം എവിടെയെങ്കിലും പിടിച്ചു നോക്കുമല്ലോ. അതായത് ഈ നാണക്കേട് മാറാൻ ഏറ്റവും നല്ലത് അനുയായികളുടെ മുമ്പിൽ ഞാൻ മറുനാടനെ പിടിച്ചു എന്ന് വരുത്തി തീർക്കാനായിരിക്കും ശ്രമം. അത് മാത്രമാണ് ഇനി ശേഷിക്കുന്ന ഒന്ന്. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും അൻവർ എന്ന് പറയുന്ന PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക്. കുറെ ഹീറോകൾ ഉണ്ടായി. അൻവർ സിന്ദാബാദ് വിളിച്ചു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല, ഒരു റിസൾട്ടും ഉണ്ടായില്ല. ഇപ്പൊ നാണം കെട്ട് മടങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇനിയാണ് പ്രശ്നം. ഇനി അൻവർ സൂക്ഷിക്കണം. കാരണം വിഷസർപ്പങ്ങളെയാണ് നോവിച്ചു വിട്ടത്. ഇല്ലേ? അതെ, തീർച്ചയായും.
നല്ല കളരി പഠിച്ച ആശാന്മാരുടെ അടുത്താണ് ഏറ്റുകൂട്ടാൻ പോയതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസം. പിണറായിയെ പോലെയുള്ള വലിയ കളരി പഠിച്ച് അവിടുത്തെ ആശാന്മാരെയും കടത്തിവെട്ടി വന്ന ആളുകളടുത്താണ് ഞാൻ കളിക്കാൻ പോയതെന്ന് അദ്ദേഹം ഓർത്തില്ല. പിണറായിയുടെ 10 ഇരട്ടി ബുദ്ധിയുള്ള ആളാണ് ശശി. അതെ, ശശി ലക്ഷ്യം വെച്ചത് ഒന്നും ഇതുവരെ പാളിയിട്ടില്ല. അപ്പം ഒരു വശത്ത് ശശി, MR അജിത് കുമാർ അതിവിശ്വസ്തൻ, ഏതറ്റം വരെ പോകുന്ന അജിത് കുമാർ, പിണറായി, 3 പേരെ പിണക്കി. അതുകൊണ്ട് അൻവർക്കെതിരെ നിലവിലിരിക്കുന്ന കേസുകളൊന്ന് മുറുക്കിയാൽ തന്നെ അൻവറുടെ കഥ കഴിഞ്ഞു. അത് ചെയ്യാതിരിക്കണമെന്ന് അപേക്ഷിച്ചിട്ട് പോകുന്നു കാണും. എന്തായാലും അൻവറുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ആരുടെയൊക്കെ പിന്തുണയുടെ സർജിക്കൽ സ്ട്രൈക്ക് ചീറ്റിപ്പോയെന്നും തൽക്കാലത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുമാണ് എന്റെ നിഗമനം. അക്ഷരാർത്ഥത്തിൽ 8 നിലയിൽ പൊട്ടിയിരിക്കുന്നത്. രാജ്ഭവൻ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ മെനിഞ്ഞാന്നും അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ ഇന്നലെ ഒരല്പം ആത്മവിശ്വാസം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു ഓഡിയോ കേൾപ്പിച്ചിരുന്നല്ലോ ഒരു പോലീസുകാരനെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് അല്പം ആത്മവിശ്വാസം കുറഞ്ഞ ഒരു അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ നാളെ തിരുവനന്തപുരത്ത് വരുന്നു, മുഖ്യമന്ത്രി കാണുന്നതൊക്കെ പറയുമ്പോൾ തന്നെ മെനിഞ്ഞാന്ന് അത്രയും ആവേശം ഇന്നലെ ഇല്ലായിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി കണ്ടതോടുകൂടി അതും കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് നമുക്ക് ഊഹിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ കർശനമായ താക്കീത് തന്നെ നൽകി കാണുമെന്നുള്ള 100% ഉറപ്പാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെ അതിൻ്റെ മുഖത്തും പിന്നീട് അതിൻ്റെ പ്രതികരണത്തിലും നമ്മൾ കണ്ടത്. ഇവിടെ ഈ അൻവർ ഈ തെളിവെന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ടതൊക്കെ എന്തൊരു വിവരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അൻവർ ഇപ്പൊ തെളിവെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടത് മുഴുവൻ ആരൊക്കെയോ പറഞ്ഞതാണ്. ഒന്ന് സുജിത് ദാസ് പറഞ്ഞത്. സുജിത് ദാസിന്റെ സംഭാഷണം മുഴുവൻ നമ്മൾ കേട്ടു. സുജിത് ദാസിനെ കൊണ്ട് അൻവർ കുത്തി പറയിപ്പിച്ചു. ആ കുത്തി പറയിച്ചു. ഞാൻ അതിനുശേഷം വേറൊരു പോലീസ് ഓഫീസറോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അയാൾ പറയുന്നുണ്ട് സുജിത് ദാസ് പറഞ്ഞത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷെ പണിയായി. 2, ഏതോ ഒരു പോലീസുകാരൻ ഇന്റർനെറ്റ് കോൾ വിളിച്ച് പറഞ്ഞു അത് പോലീസുകാരനാണെന്ന് പോലും ഉറപ്പില്ല. മറുനാടിന് വേണ്ടി 2 കോടി കൈക്കൂലി മേടിച്ചു. അത് ഒരുപക്ഷെ അൻവർ സൃഷ്ടിച്ചതാവും. അപ്പൊ ഇതിന്റെ പേരിൽ ആധികാരികതയുള്ള രാഷ്ട്രീയ നേതാവ് ഒറ്റക്കൊമ്പൻ എന്നൊക്കെയാണ് മീഡിയ വണ്ണിന്റെ മറ്റേ അടുപ്പ് കൂട്ടി ചർച്ചയിൽ പറഞ്ഞത്. ഒറ്റക്കൊമ്പൻ, ഭയങ്കര വിശ്വാസമുള്ള ആള്, അൻവറിന്റെ പടപ്പുറപ്പാട് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അൻവറിന്റെ അഭിപ്രായങ്ങൾക്ക് എന്ത് പിൻബലമാണുള്ളത്, എന്ത് തെളിവാണ്? 150 കോടി രൂപ സതീശൻ കൊണ്ടുവന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ആധികാരികത ഈ ആരോപണങ്ങൾക്കൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്നിട്ട് ഇതേ സതീശൻ തന്നെ ഇയാളെ കോട്ട് ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അത് പോട്ടെ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അൻവറിന് മനസ്സിലാക്കാൻ സാധ്യതയാണ്. കാരണം ഈ സ്വർണ്ണ പൊട്ടിക്കൽ സംഘവുമായി ഈ മലബാറിലെ CPM വലിയ ബന്ധമുണ്ട്. CPM ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം ഈ സ്വർണ്ണ പൊട്ടിക്കലാണ്. സത്യത്തിൽ ഏതൊരു സംഘടനയും ഏതൊരു പ്രസ്ഥാനവും ഒരു സമാന്തര ശക്തിയായി വളർന്നാൽ അവർക്ക് സമാന്തര സാമ്പത്തിക ഇടപാടുണ്ടാവും. അപ്പൊ ഈ ദുബായി ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ നമ്മുടെ കൊടുവള്ളി അടക്കമുള്ള ഇടങ്ങളിലെ സ്വർണ്ണ നിർമ്മാതാക്കളാണ് ഇതിന്റെ ആൾക്കാർ. അപ്പൊ ഈ സ്വർണ്ണക്കടത്തുകാർ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു ലോബി ഉണ്ടാക്കി അവിടുന്ന് സ്വർണം കൊണ്ടുവരും. ഈ ലോബി വാസ്തവത്തിൽ കള്ളക്കടത്തുകാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ലോബി ഡബിൾ ഏജന്റ് ആയിട്ട് സ്വർണ്ണ പൊട്ടിക്കലുകാർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി. അവര് തന്നെ സ്വർണം എയർപോർട്ട് കടത്തിവിടും, എന്നിട്ട് കൊണ്ടുപോകുന്നവരുടെ വിവരം കൊടുക്കും. ഇത് പിടിച്ചെടുക്കുന്നു, കേസാക്കാൻ പറ്റില്ല, കാരണം കള്ളക്കടത്ത് സ്വർണ്ണമാണല്ലോ. ഇങ്ങനെ പിടിച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിന് CPM ബന്ധമുണ്ട്. ഈ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇതാണ്. ഇതിനെ തമ്മിലുള്ള തർക്കം, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഭിന്നതയും ഇതിന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൻവർ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നത് ഈ സ്വർണം പൊട്ടിക്കലിനെ കുറിച്ചാണ്. ഒരുപക്ഷെ അജിത് കുമാറിന് ബന്ധമുണ്ടാവാം, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അജിത് കുമാർ നേരിട്ടല്ലോ നടത്തുന്നുണ്ടെങ്കിൽ CPMുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ കാരാട്ട് റസാഖ് രംഗത്തെത്തി, മിണ്ടാതിരിക്കുന്ന ജലീൽ രംഗത്തെത്തി. ഇതിന്റെയൊക്കെ പിന്നിൽ ഈ സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയോ പുറത്തു വരികയോ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബാക്കിയൊക്കെ പുകയാണ്. ഇതിലേക്ക് അന്വേഷണം പോയാൽ അത് CPMനെ അടമടലം കുരുക്കും. പക്ഷെ ആരന്വേഷിക്കും? CBI അന്വേഷിക്കണം, കസ്റ്റംസ് അന്വേഷിക്കണം, NIA അന്വേഷിക്കണം. അവർ അന്വേഷിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് CPMുമായി കൃത്യമായ ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായിയുമായി, CPMുമായി അല്ല. ഇപ്പൊ മൂന്നാമത് ഒരിക്കൽ കൂടി പിണറായി തന്നെ ഭരിക്കണമെന്നും പിണറായിയുടെ മരുമകൻ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന BJP ആണ്. എങ്കിൽ മാത്രമേ BJPക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂ. പിണറായി വീണ്ടും അധികാരത്തിൽ വരരുത്, UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഗോവിന്ദനും CPMുമാണ്. എങ്കിൽ മാത്രമേ അടുത്ത തവണയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഏതായാലും ഇത് ഈ അമ്പുക്കയുടെ യജ്ഞം പണിയായി എന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞു. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം നിശബ്ദനാകും എന്നുള്ളത് 100% ഉറപ്പുമാണ്.
ആകപ്പാട് അമ്പുക്കയ്ക്ക് ഇനി പ്രതീക്ഷ ബാക്കി മറുനാടന്റെ കാര്യത്തിൽ മാത്രമാണ്. അതെങ്കിലും നേടിയെടുത്ത് മാനം രക്ഷിക്കാനായിരിക്കും അഫ്ക ശ്രമിക്കുന്നത്. അതിന് CPM-നും എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഇതിന് തയ്യാറാണ് നമ്മൾ. ആവട്ടെ, വരുന്നതിന്റെ ബാക്കി നോക്കിയാണല്ലോ ഇത്രയും കാലം മുമ്പോട്ട് പോയത്. എന്തായാലും അമ്പുക്കയുടെ അമ്പൊടിഞ്ഞു എന്ന് ആശ്വസിക്കാം. നന്ദി, നമസ്കാരം.